എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും വന്നിരിക്കുന്നത് രാവിലത്തെ ചെറിയ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കറിക്കുള്ള പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. ചെറിയ സൈസ് ചേമ്പില്ലേ, കുഞ്ഞൻ ചേമ്പ്. അപ്പം നാടൻ ചേമ്പ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാടൻ ചേമ്പ് ഇവിടെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇതുപോലത്തെ ചെറിയ കുഞ്ഞു സൈസ് ചേമ്പാണ്. ഭയങ്കര കൊഴുപ്പായിരിക്കും കേട്ടോ ഈ ചേമ്പിന്. ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പേ വെച്ച് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ല കൊഴുപ്പ് വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ കൊഴുപ്പ് ആ വെള്ളം ആദ്യമൊക്കെ 2-3 തിളയ്ക്കുന്ന വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ കറി വെക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചേമ്പ് കറി വെച്ചാൽ. അപ്പോൾ അങ്ങനെ ചേമ്പൊക്കെ കഴുകി അരിഞ്ഞത് അടുപ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ അടുപ്പയിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അവിയൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അധികം കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ, ചേനയൊന്നുമില്ലേ. അപ്പോൾ ചേനയൊന്നും ഇല്ലാതെ ഉള്ള കഷ്ണം കൊണ്ട് ഒരു ചെറിയ കുഞ്ഞ് അവിയൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചതാ അവിയൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. കാണുന്ന വെള്ളരി ഇല്ലേ, അത് നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ. അപ്പോൾ നമ്മുടെ സ്വന്തം തോട്ടത്തിലുണ്ടായ നമ്മുടെ കുഞ്ഞ് വെള്ളരിക്കയാണ് കേട്ടോ. അപ്പോൾ വെള്ളരിക്കയും കോവയ്ക്കായും പടവലങ്ങയും ഏത്തക്കായും പിന്നെ ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് ഒരു മുരിങ്ങക്കോലൊക്കെ വെച്ചിട്ടൊരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് അവിയലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചേമ്പൊക്കെ വെന്ത് വന്ന് ചേമ്പിനകത്തേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ചേമ്പ് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ പറ്റുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ആദ്യത്തെ 1 മിനിറ്റെങ്കിലും ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും കമൻ്റൊക്കെ ഇട്ടിട്ട് പോകാതെ പറ്റുന്നവരൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചേമ്പ് കറിക്ക് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നേ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ചേമ്പ് കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ അവിയൽ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അവിയലിനുള്ള അരപ്പൊക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടെ അവിയലും അങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ കുക്കറിനകത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൂതി. അപ്പോൾ അങ്ങനെ മസാല ദോശയ്ക്കുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ കുക്കറിനകത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുക്കറിനകത്തുനിന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഒന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. എല്ലാം കുറച്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം എപ്പോഴും നമ്മളിങ്ങനെ രാവിലത്തെ മോർണിംഗ് വ്ളോഗൊക്കെ എടുക്കുമ്പം ഒരുപാട് അങ്ങായിപ്പോയാൽ അങ്ങ് ബോറല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എല്ലാം കുറച്ച് വെച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചേമ്പ് കറിക്കുള്ള കടുകും കൂടി അങ്ങ് താളിച്ചൊഴിച്ചു. പിന്നെ അപ്പോഴത്തേക്കിന് നമ്മുടെ അവിയലും റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിയലും നമ്മുടെ ചേമ്പ് കറിയും ഒക്കെ റെഡിയായേ. പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ദോശ നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം മസാല ദോശയൊക്കെ തിന്നാൻ ആഗ്രഹമൊക്കെ വരുമ്പോഴത്തേക്കിന് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കടയിലൊക്കെ പോയി അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ലേ, അങ്ങനെ പൊതുവേ കുറവാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ നല്ല കടകളും അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ഫുഡൊക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. പിന്നെ മസാല ദോശയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ആ ഒരു നാട്ടിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ കൂടുതൽ വീട്ടിൽ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നെയ്യൊക്കെ ചേർത്ത് നമ്മുടെ ദോശ അങ്ങ് നന്നായിട്ട് അങ്ങ് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാലയ്ക്കകത്ത് ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് പിന്നെ അങ്ങനെയാണ് കേട്ടോ മസാല റെഡിയാക്കി എടുത്തത്. അപ്പോൾ ചില ആൾക്കാർ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ബീറ്റ്റൂട്ട് ചേർക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ശാമിക കുറച്ച് പച്ചക്കറിയെങ്കിലും കഴിക്കുന്നത്, അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പം മസാല ദോശയൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതിൽ മസാല ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് അതിലൊരു പച്ചക്കറി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മസാല ദോശയൊക്കെ ആദ്യത്തെ മസാല ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്ത്
പിന്നെ ദോശയ്ക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. അപ്പോൾ പിന്നെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ചമ്മന്തി മാത്രം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശയും റെഡിയായി. പിന്നെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ചു. പിന്നെ ശാമിക മോള് ഉറക്കമൊക്കെ എഴുന്നേറ്റ് സ്കൂളിലൊക്കെ കൊണ്ടാക്കി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ. നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.